നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12 വ്യാഴാഴ്ചയാണ്. തുടർച്ചയായ 6 ദിവസത്തെ നേട്ടത്തിന് ശേഷം ഇന്ന് ഇന്ത്യൻ വിപണി ഇടിയുകയുണ്ടായി. ഇന്നത്തെ മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കിയാൽ നിഫ്റ്റി ഏകദേശം 1% ഇടിഞ്ഞു. നിഫ്റ്റി ബാങ്ക് 0.67% ഇടിഞ്ഞത്. മിഡ് ക്യാപ്പാണ് വലിയ നഷ്ടത്തിലേക്ക് പോയത്, 1.5% മുകളിൽ ഇടിഞ്ഞു. ഇതിൽ തന്നെ സെക്ടറുകളിൽ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഫാർമ, ഹെൽത്ത് കെയർ സെക്ടറുകളായിരുന്നു. ഇനി നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 4 മണിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ഇന്ത്യയിൽ നിന്നും പുറത്തു വന്നത് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡാറ്റയായിരുന്നു. 2025 മെയ് മാസത്തിൽ മുഖ്യ ചില്ലറ പണപ്പെരുപ്പം 2.82% കുറഞ്ഞു. ഏപ്രിൽ അത് 3.16%. 2019 ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ CPI ഇൻഫ്ലേഷൻ ഡാറ്റയുള്ളത്. ഇത് ഇന്ത്യൻ വിപണിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പണപ്പെരുപ്പം ഇത്തരത്തിൽ കുറയുകയാണെങ്കിൽ അത് വീണ്ടും ഒരു നിരക്ക് കുറയ്ക്കലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്ന് തന്നെയാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും ഉറ്റുനോക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് നിഫ്റ്റി നമ്മുടെ മാർക്കറ്റ് അവറിന് ശേഷം ചെറിയ ഒരു റിക്കവറി നടത്തിയിട്ടുണ്ട്. 25,019 എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 80 മുതൽ 85 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യത കാണുന്നത്. മറ്റ് മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ആദ്യം ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.65% ഇടിവാണ് ഉണ്ടാക്കിയത്. ഹോങ്കോങ് മാർക്കറ്റ് ഹാങ്സെങ് 1.38% ഇടിഞ്ഞു. തായ്വാൻ മാർക്കറ്റ് 0.82% ഇടിഞ്ഞു. കോസ്പി 0.44% ഉയർന്നു. ജക്കാർത്ത കോമ്പോസിറ്റ് 0.25% ഇടിഞ്ഞു. ചൈനീസ് മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. US മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്നത്തെ നിഫ്റ്റിയിലേക്കൊക്കെ വരികയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നല്ല രീതിയിലുള്ള ഒരു വീക്ക്നെസ് ഉണ്ട്. കൂടാതെ നിഫ്റ്റിക്ക് 25,200 അതിന് മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. നല്ല സെല്ലിംഗ് പ്രഷർ അവിടെ കാണുന്നുണ്ട്. കൂടാതെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് റെഡ് ക്യാൻഡിലുകളാണ് ഫോം ആയത്. ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി തന്നെ സൂചിപ്പിച്ചതാണ്. എല്ലാവരും കൃത്യമായി തന്നെ നമ്മുടെ പ്രീ മാർക്കറ്റ് വീഡിയോസും കൂടാതെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയും ഒക്കെ കാണാൻ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ധാരാളം ഇൻഫർമേഷനുകൾ നമ്മളവിടെ പറയാറുണ്ട്. കൂടാതെ സ്റ്റോക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ഇൻഡെപ്തിലുള്ള സ്റ്റഡിയും കൂടാതെ എഡ്യൂക്കേഷണൽ വ്യൂസും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 799 രൂപ മാത്രമാണ് ഒരു മാസത്തേക്ക് ഫീസായിട്ട് വരുന്നത്. തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴിയോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടത്. 241 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദിലെ വിമാനാപകടമായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നത്. വിമാനാപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും പത്തനംതിട്ട സ്വദേശി രഞ്ജിതയും അടക്കം 241 പേരാണ് മരിച്ചത്. വലിയ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു. മാത്രമല്ല ഇതിനെ തുടർന്ന് നിരവധി എയർലൈൻ സ്റ്റോക്കുകളും ഇടിയുകയുണ്ടായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. നിഫ്റ്റി സൂചികയിൽ ഇന്ന് ഏറ്റവും വലിയ നഷ്ടം രേഖപ്പെടുത്തിയത് ടാറ്റ മോട്ടോഴ്സ് ആയിരുന്നു. ഏകദേശം 3.5% ഇടിഞ്ഞത്. ജൂൺ 16 അതായത് വരുന്ന തിങ്കളാഴ്ച ജാഗ്വർ ലാൻഡ് റോവർ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കാനിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് ഇടിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ആശങ്കപ്പെടുന്നത് ആഗോള അനിശ്ചിതത്വങ്ങളും US താരിഫിൻ്റെതായ പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് മാർഗനിർദ്ദേശങ്ങളിൽ പുനഃപരിശോധന നടത്താനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായും ആശങ്കപ്പെടുന്നത്. പ്രധാനമായും പ്രോഫിറ്റബിലിറ്റി കുറയുമോ അത് ഡൗൺഗ്രേഡ് ചെയ്യുമോ എന്ന് തന്നെയാണ് പ്രധാനമായും ആശങ്കപ്പെടുന്നത്. മിഡ് ക്യാപ് സെഗ്മെൻറ്റിൽ ഇന്ന് ഇടിഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്ക് പേടിഎം ആയിരുന്നു. പേടിഎം ഏകദേശം 7% ഇടിഞ്ഞത്. UPI ഇടപാടുകൾക്ക് മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് ചുമത്തുമെന്ന് കുറച്ച് ദിവസം മുൻപ് ഒരു വാർത്ത വന്നിരുന്നു. ഇത് സർക്കാർ ശക്തമായി നിഷേധിക്കുകയുണ്ടായി. ഇത് തന്നെയാണ് ഇന്ന് പേടിഎം ഇടിയാനുള്ള കാരണമായത്. അത്തരം അവകാശവാദങ്ങൾ തെറ്റാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ വെളിപ്പെടുത്തുകയുണ്ടായി. അടുത്തതായി ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസാണ് വലിയ ഫോളിലേക്ക് പോയത്. ഏകദേശം 6% ഇടിഞ്ഞു. HPCL 6%, BPCL 4.3% ഇടിഞ്ഞു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഓയിൽ പ്രൈസുകൾ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിലൊക്കെ ഉണ്ടായ വലിയ ഒരു വർധനവ് തന്നെയായിരുന്നു. ഏകദേശം 4%-ൻ്റെയൊക്കെ നേട്ടമാണ് ക്രൂഡ് ഓയിലുണ്ടായത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് വലിയ ഫോളിലേക്ക് പോയത്. ഓയിൽ പ്രൈസുകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എഫക്റ്റ് ചെയ്യുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിനെയും കൂടാതെ ടയർ ഏവിയേഷൻ കമ്പനികളെയും തന്നെയാണ്. അടുത്തതായി മറ്റൊരു സ്റ്റോക്ക് BSE ലിമിറ്റഡ് ആണ്. സ്റ്റോക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് 7%-ൻ്റെ ഇടിവാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അഡീഷണൽ സർവൈലൻസ് മെഷർ ASM കാറ്റഗറിയിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് BSE ഉള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് ഇടിയാനുണ്ടായ കാരണവുമായത്.
ഇപ്പോഴും സ്റ്റോക്ക് ASM കാറ്റഗറിയിൽ തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. മറ്റുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറയുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കാവുന്നതാണ്. ആഴ്ചയിൽ 2 മുതൽ 3 ക്ലാസ്സുകൾ വരെയായിരിക്കും ഈ ഓൺലൈൻ കോഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. ഈ ബേസിക് കോഴ്സിൽ നമ്മൾ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.